താമരപ്പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരുന്നത്. 1.5 മാസം മുമ്പ് കൊണ്ടുവന്ന് നട്ട ഒരു ട്യൂബർ, അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന പൂക്കളാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിരിഞ്ഞ ആദ്യത്തെ ദിവസം ഇതുപോലെയാണ് നിന്നിരുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ശീമക്കുന്നയുടെ ഇലയും ധൃതരാഷ്ട്രപ്പച്ചയുടെ ഇലകളും അടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ട്യൂബർ നട്ടിരുന്നത്. പെട്ടെന്ന് പൂവ് ഉണ്ടായി കിട്ടിയിട്ടോ. അപ്പോൾ അത് 2ാമത്തെ ദിവസം ആ പൂവ് ഇതുപോലെയാണ് കേട്ടോ ഇരുന്നത്. കാണാൻ ഓരോ ദിവസവും നല്ല ഭംഗിയാണ്. വ്യത്യസ്ത രൂപത്തിലാണ് കാണുന്നത്, വ്യത്യസ്ത നിറത്തിലായിട്ടാണ് കാണുന്നത് കേട്ടോ. ചെറിയ കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ ദിവസം ആയപ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് ഡള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ ഇത് പറിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് കേട്ടോ. അടിഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കാണുന്നവരാരെങ്കിലും പേരറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. വേറൊരു താമരപ്പൂവും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പൂക്കൾ പോലെ വരച്ചു വെച്ച പോലെയൊക്കെ ഇരിക്കുന്നില്ലേ. അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാതെ ഈ ശീമക്കൊന്നയുടെ ഇലയും ധൃതരാഷ്ട്രപ്പച്ചയുടെ ഇലയും മാത്രം പറിച്ചിട്ടിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ട് അതിന് മുകളിലാണ് കേട്ടോ ഈ ട്യൂബർ ഞാൻ നട്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ 1.5 മാസം കൊണ്ട് തന്നെ ഇതിലും പൂവുണ്ടാവാനായിട്ട് തുടങ്ങി. ഇതിലിപ്പോൾ 2ാമത്തെ പൂവാണ് കേട്ടോ വിരിഞ്ഞേക്കുന്നത്. 3ാമതൊരു മൊട്ടുകൂടി വിരിഞ്ഞിട്ടുണ്ട്. ആദ്യം വിരിഞ്ഞ പൂവ് പൊഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. 2ാമത്തെ ദിവസമായപ്പോഴേക്കും ആ പൂവ് ഇതുപോലെയായിട്ടോ. ഒരു ഉള്ളിലുള്ള ഭാഗമൊക്കെ ഒന്ന് വെളുത്ത നിറത്തിലായിട്ട് മാറുകയാണ് ചെയ്തത്. അടിഭാഗത്തുള്ള ഇതളുകൾ ആ പിങ്ക് കളറായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 3ാമത്തെ ദിവസമായപ്പോഴേക്കും ഞാനിത് പറിച്ച് അമ്പലത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും പേരൊന്നും അറിയില്ല. നിങ്ങൾ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഈ 2 പൂക്കളുടെയും പേരറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് അതിൻ്റെ പേരൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്കും അറിയില്ല ഇതിൻ്റെ പേര് എന്താണെന്ന്. കണ്ടോ, കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി, നേരെ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇത് 3ാമത്തെ ദിവസമായപ്പോഴെങ്കിലും കൊഴിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പറിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അതാണ്ടോ, ഇതിനെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പൂവ് കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ പേരറിയാത്തത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും അറിയുമെങ്കിൽ ഇതൊന്ന് പറഞ്ഞു തരണേ.